ഇപ്പോൾ രേണു സുധി പുറത്തുവിട്ട ചിത്രം ഇതാണ്. ഇതിലും സത്യം അന്വേഷിക്കുന്നവരുണ്ട്. അസുഖം ഭേദമായി വേഗം മടങ്ങുക. ഇപ്പോൾ രേണുവിന്റെ രോഗം നിർണയിക്കുന്നത് വ്ളോഗർമാരാണ്. ഈ അവസ്ഥയിൽ ആയിട്ടുണ്ട് ശരിക്ക് കാണുക. രണ്ടാമത്തെ കീമോതെറാപ്പിക്ക് ശേഷം കടുത്ത ഛർദിയും ശാരീരിക അസ്വസ്ഥതകളും കാരണം കഴിഞ്ഞ 5 ദിവസമായി ഞാൻ ICUവിൽ ചികിത്സയിലായിരുന്നു. ഇന്ന് ഡിസ്ചാർജായി വീട്ടിലെത്തി. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുടെ പ്രാർത്ഥനയും വഴിപാടുകളും കൊണ്ടാണ് ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയത്. അവർക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഇനിയും എനിക്ക് 4 കീമോകളും അതിനുശേഷം ശസ്ത്രക്രിയയും കൂടിയുണ്ട്. പൂർണ്ണ ആരോഗ്യത്തോടെ ഞാൻ തിരിച്ചു വരുമെന്ന് തന്നെയാണ് എന്റെ ഉറച്ച വിശ്വാസം. രണ്ടാമത്തെ കീമോയ്ക്ക് ശേഷമുള്ള അസ്വസ്ഥതകൾ കാരണമാണ് രേണുവിനെ ICUവിൽ പ്രവേശിപ്പിച്ചത്. എന്നാൽ ഇതിനിടയിലും രേണുവിന് ക്യാൻസർ ഇല്ലെന്നും മരുന്നിന്റെ ബിൽ AI ഉപയോഗിച്ച് വ്യാജമായി ഉണ്ടാക്കിയതാണെന്നും ചില വ്ളോഗർമാർ പ്രചരിപ്പിക്കുന്നുണ്ട്. ഞങ്ങളുടെ സാഹചര്യം കൊണ്ടാണ് ആ ബിൽ പോലും സോഷ്യൽ മീഡിയയിൽ കാണിക്കേണ്ടി വന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഇൻ ഹൗസ് ഡ്രഗ് ബാങ്കിൽ നിന്നാണ് ഞങ്ങൾ ഈ മരുന്ന് വാങ്ങുന്നത്. അതിൽ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ബില്ലിലുള്ള നമ്പറിലോ ഫാർമസിയിലോ വിളിച്ച് നേരിട്ട് അന്വേഷിക്കാവുന്നതേയുള്ളൂ. മരുന്നിന്റെ ഉയർന്ന വില പുറത്തറിഞ്ഞ് ആളുകൾ വിമർശിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് അതിന്റെ വിലഭാഗം മറച്ചുവെച്ചത്. അല്ലാതെ അതിൽ യാതൊരു കള്ളത്തരവുമില്ല എന്നും താരം പറയുന്നു. ഈ അവസ്ഥയും നിങ്ങൾ തരണം ചെയ്യും. നിങ്ങളെ കളിയാക്കുന്നവർ മാത്രമല്ല, നിങ്ങളെ സ്നേഹിക്കുന്നവരും ചുറ്റുമുണ്ടെന്ന് മറക്കാതിരിക്കുക. ഫിലിം കോട്ട്. നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ്. സബ്സ്ക്രൈബേഴ്സ് 10 ലക്ഷം കടന്നിരിക്കുന്നു. സ്വർണത്തളിക നേടാൻ സഹായിച്ചതിന് നന്ദി. നിങ്ങളും ബെൽബട്ടൺ അമർത്തോ. നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും. വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി.